ഹെൽത്ത് ഫോർ ലൈഫിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോളേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുവാണല്ലോ അല്ലേ? ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം ഉണ്ടാക്കാം. എന്നാണെന്നറിയാവോ? പാലപ്പവും മുട്ട റോസ്റ്റും. ഇഷ്ടമാണോ? ഭയങ്കര എളുപ്പം ഉണ്ടാക്കാനൊക്കെ. പക്ഷേ മുട്ട റോസ്റ്റ് മുട്ടക്കറി ആയാൽ രുചിയില്ല കേട്ടോ. അപ്പം നമ്മളൊരു പാൻ എടുക്കുക. അതിലേക്ക് സവോള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇത്രയിട്ട് വഴറ്റാൻ വെക്കുക. അന്നേരത്തേക്ക് നമ്മളൊരു 6 മുട്ടയെടുത്ത് പുഴുങ്ങാനിടുക. നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ടയെടുത്ത് പുഴുങ്ങാനിടുക. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഇളക്കി നല്ലതായിട്ട് വഴറ്റണം. അപ്പോൾ ഒന്ന് വഴറ്റുക. അപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, വെളിയിൽ നല്ല മഴക്കാറാണേ. മഴക്കാറായിട്ട് ഇപ്പോൾ പെയ്യുന്ന പരുവത്തിൽ നിൽക്കുക. കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. നല്ലൊരു അന്തരീക്ഷം, നല്ലൊരു എക്സ്പീരിയൻസില്ല മഴ വരുന്നതിന് മുമ്പുള്ളത്. അപ്പം നമ്മൾ ഈ ഒരുമാതിരി വഴന്ന് വന്ന ഈ സവോളയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്ന മുളക് പൊടി, പിന്നെ ഒരു ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ ഒരിച്ചിരി ഗരം മസാല, ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇറക്കി അവസാനം ആകാറാകുമ്പോൾ നമ്മളൊരു ശകലം കുരുമുളക് പൊടിയും കൂടി ചേർക്കുവേ. ഇത് നന്നായിട്ട് തന്നെ വഴറ്റുന്നതിനകത്ത് യാതൊരുവിധ കോംപ്രമൈസും പാടില്ല. ഒരുമാതിരി വൃത്തിക്ക് വഴന്ന് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളതിലേക്കുണ്ടല്ലോ ഒരു 2 ചെറിയ തക്കാളി അരിഞ്ഞ് ഇതേപോലെ നീളത്തിലരിഞ്ഞ് അതിലേക്ക് ചേർക്കുക. നീളത്തിലോ കുറുകിയോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നന്നായിട്ട് വഴറ്റണം. വഴറ്റുന്നതിനകത്ത് കോംപ്രമൈസ് പാടേയില്ല. നല്ലോണം വഴന്നില്ല എന്നാണെന്നറിയാവോ? അതിന് ഭയങ്കര മധുരമായിരിക്കും കറിക്ക്. ഒരു ടേസ്റ്റ് വരത്തില്ല. അപ്പം നല്ലപോലെ വഴണം. അതവിടെ കിടന്നങ്ങ് വഴലട്ടെ. നമുക്ക് ഒന്ന് ഇളക്കിയും ഒക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് മൂടി വെക്കാം. ആ സമയത്ത് നമ്മുടെ മുട്ട റെഡി ആയിട്ടുണ്ട്. മുട്ട എടുത്ത് നമുക്ക് തോലെല്ലാം പൊളിക്കാം. പക്ഷേ ഈ തോട് പൊളിക്കുമ്പോഴത്തേനും നോക്കിപ്പോണ്ടല്ലോ, ഇത് പുതിയ മുട്ടയായിരുന്നെന്ന് തോന്നുന്നത്. ഇച്ചിരി പാടുണ്ട് പൊളിഞ്ഞു പോകാനും. പിന്നെ നല്ല ചൂടുമുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നത് ഇച്ചിരി പാടായിരുന്നു അത് പൊളിഞ്ഞു വരാൻ വേണ്ടിയിട്ട്. എനിവേ, അങ്ങനെ നമ്മളെല്ലാം മുട്ടയും പൊളിച്ച ശേഷം നമ്മൾ ചെയ്യുന്നതിനാന്ന് വെച്ചാൽ ഈ മുട്ടയെല്ലാം എടുത്തിട്ട് ഇതിനെ നമ്മൾ വരയുക എന്നല്ലേ പറയുന്നത്. നമ്മൾ വരഞ്ഞ് ചേർക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ കറിക്കകത്തോട്ട് ഇടുമ്പോൾ കറിയുടെ എല്ലാം മസാലയൊക്കെ ഇതിനകത്തോട്ട് കയറിയിട്ട് മുട്ടയ്ക്കൊരു ടേസ്റ്റ് വരും. ഉണ്ടോ? നമ്മുടെ കറി അങ്ങ് നല്ലപോലെ ഈ തക്കാളിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നല്ലതായിട്ട്. എന്നിട്ട് നമ്മളൊരു അല്പം വെള്ളം ചേർത്തിട്ട് അതിനെ വീണ്ടും നമ്മൾ ഇതാക്കും. പക്ഷേ ഈ വെള്ളമെല്ലാം നമ്മൾ പറ്റിക്കണം കേട്ടോ. ഇതുണ്ട്, ഇപ്പം നോക്കിയേ, വെള്ളമൊന്നുമില്ല, നല്ല കുഴാന്നിരിക്കുന്ന നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി. അപ്പോൾ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ പാലപ്പം ഉണ്ടാക്കണം. പാലപ്പത്തിന് വേണ്ടി നമ്മൾ തലേദിവസം തന്നെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരു 2 പാലപ്പം കൂടെ ഉണ്ടാക്കാം അല്ലേ? അതിന് വേണ്ടിയിട്ട് പാലപ്പച്ചട്ടി നമ്മൾ തീയിൽ വെച്ചു. ചൂടായി വന്നു. നമ്മൾ പാലപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തു. ഒന്ന് വട്ടം കറക്കണമല്ലോ ഇനി. അതാണല്ലോ പാലപ്പത്തിൻ്റെ മെയിൻ പരിപാടി. നമ്മൾ വട്ടമൊക്കെ കറക്കി പാലപ്പം അങ്ങനെ ഇട്ടു. ഇനി നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ച് നമുക്ക് പാലപ്പം ഏകദേശം ഇപ്പം റെഡി ആയിട്ടുണ്ട്. നോക്കിയേ, പാലപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് എടുക്കാമേ. അങ്ങനെ ഏതായാലും ഞാൻ 2 പാലപ്പം ചുട്ട് ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് 2 പാലപ്പം ചുട്ടു. ബാക്കി പാലപ്പം നമ്മൾ ചുടുന്നുണ്ട്. അപ്പോൾ 2 പാലപ്പം ചുട്ടതിന് ശേഷം നമ്മൾ കറി എടുത്ത് എന്നാ രസമാണെന്ന് നോക്കി. ഭയങ്കര ടേസ്റ്റായിട്ടോ. ഉള്ളത് പറയാതിരിക്കാൻ തരയില്ല. കണ്ടോ, കുറുകുറാന്നിരിക്കുന്ന കണ്ടോ? അങ്ങനത്തെ രീതി വേണം നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ പാലപ്പവും മുട്ട റോസ്റ്റുമാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? മുട്ട റോസ്റ്റൊന്നും ഇതിന് മാത്രം വലിയ പാടൊന്നും ഇല്ലല്ലോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.